ഡയമണ്ട് ജൂബിലി ആഘോഷിക്കാനൊരുങ്ങി പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് 60ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി നടപ്പാക്കുന്ന വിവിധ പദ്ധതികൾ ബാങ്ക് ഭരണസമിതി വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. 1964 പ്രവർത്തനം ആരംഭിച്ച പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് ഇന്നും കേരളത്തിലെ ഏറ്റവും വലിയ സർവീസ് സഹകരണ ബാങ്ക് എന്ന പദവി നിലനിർത്തി പോരുകയാണ്. 390 കോടി രൂപ നിക്ഷേപവും 370 കോടി രൂപ വായ്പയും മറ്റ് സംസ്ഥാനങ്ങളിലെ നിക്ഷേപമായി 260 കോടി രൂപയും ഇന്ന് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിനുണ്ട്. ആധുനിക ബാങ്കിംഗ് സംവിധാനങ്ങളെല്ലാമുള്ള ബാങ്ക് ഇടപാടുകാർക്ക് മെച്ചപ്പെട്ട സേവനം നൽകുന്നതോടൊപ്പം സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കും മുൻഗണന നൽകി നടപ്പാക്കി വരുന്നു. ഡയമണ്ട് ജൂബിലിയുടെ നിറവിലാണ് ഇന്ന് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക്. ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടപ്പാക്കാൻ തീരുമാനിച്ച പദ്ധതികൾ ബാങ്ക് ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ് പദ്ധതികൾ വിശദീകരിച്ചു. ഈ ബാങ്കിന്റെ കീഴിൽ കുന്നപ്പള്ളി മേഖലയിൽ ആദ്യ ഘട്ടം എന്ന നിലയിൽ അവിടെ ഒരു ബ്രാഞ്ച് തുടങ്ങാനും പിന്നീട് പെരിന്തൽമണ്ണ ടൗണിൽ ഒരു വനിതാ ബ്രാഞ്ച് തുടങ്ങാനും ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് തീരുമാനമെടുത്ത് അതിന്റെ പദ്ധതികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമതൊന്ന്, ബാങ്കിന്റെ കീഴിൽ ആധുനിക രീതിയിലുള്ള ആശുപത്രി, ജില്ലാ ആശുപത്രിക്ക് സമീപത്ത് ഇന്നിപ്പോൾ ഓൾറെഡി കഴിഞ്ഞ 50ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് ജില്ലാ ആശുപത്രിയിൽ തുടങ്ങിയ ഒരു നീതി മെഡിക്കൽ സ്റ്റോർ ഉണ്ട്. അതിന്റെ പാത പിന്തുടർന്നുകൊണ്ട് ജില്ലാ ആശുപത്രി പരിസരത്ത് ഒരു ഹൈടെക് ലാബും ഒരു മെഡിക്കൽ ഷോപ്പും കൂടെ തന്നെ ഈ പെരിന്തൽമണ്ണ സർവീസ് ബാങ്കിന്റെ A ക്ലാസ് മെമ്പർമാരായ ഡയാലിസിസ് ചെയ്യുന്ന കിഡ്നി രോഗികൾക്ക് അവർക്കൊരു സൗജന്യ ഡയാലിസിസ് സെന്റർ തുടങ്ങാനും ബാങ്ക് ഈ ജൂബിലിയുടെ ഭാഗമായിട്ട്, ഈ 60ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് ഒരു ഡയാലിസിസ് സെന്റർ തുടങ്ങാനുള്ള തീരുമാനം ബാങ്ക് എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ബാങ്കിന്റെ ഈ ഡയമണ്ട് ജൂബിലിയുടെ ഭാഗമായിട്ട് മണ്ണാർക്കാട് റോഡിലുള്ള പൊളിച്ച് നീക്കം ചെയ്ത ആ ഒരു സ്ഥലത്ത് ആധുനിക സംവിധാനത്തോടു കൂടിയുള്ള ഒരു കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ച് അതിന്റെ നടപടിയിൽ മുന്നോട്ട് പോകണം. കുന്നപ്പള്ളിയിൽ പുതിയ ബാങ്ക് ശാഖ, ആധുനിക രീതിയിൽ മെഡിക്കൽ ഷോപ്പ്, ലാബ്, ഡയാലിസിസ് സെന്റർ. മണ്ണാർക്കാട് റോഡിൽ ബാങ്കിന്റെ സ്ഥലത്ത് ഡയമണ്ട് ജൂബിലി ടവർ. വ്യാപാരികൾക്ക് ലൈസൻസിന്റെ ഈടിന്മേൽ വായ്പയെടുത്ത D ക്ലാസ് അംഗങ്ങൾക്ക് മരണാനന്തര ധനസഹായം. നിർധനരായ തിരഞ്ഞെടുത്ത 3 A ക്ലാസ് അംഗങ്ങൾക്ക് വീട്. സ്വർണ്ണപ്പണയ ഈടിന്മേൽ 50 ലക്ഷം രൂപ വരെ ക്യാഷ് ക്രെഡിറ്റ് വായ്പ. A ക്ലാസ് അംഗങ്ങൾക്ക് ഇരുചക്ര വാഹനം വാങ്ങുന്നതിന് വായ്പ. വൃക്കരോഗം ബാധിച്ച A ക്ലാസ് അംഗങ്ങൾക്കും 70 വയസ്സ് കഴിഞ്ഞ A ക്ലാസ് അംഗങ്ങൾക്കും മാസം തോറും നൽകുന്ന കരുണ പ്രതീക്ഷ പെൻഷൻ പദ്ധതികൾ. 70 കഴിഞ്ഞ അംഗങ്ങളെയും കർഷകരെയും ആദരിക്കൽ തുടങ്ങിയ പദ്ധതികളാണ് 60ാം വാർഷികത്തിന്റെ ഭാഗമായി ആവിഷ്കരിച്ചിരിക്കുന്നത്. പെരിന്തൽമണ്ണയിലെ ആയിരക്കണക്കായ കച്ചവടക്കാരുണ്ട്. ചെറുകിട വൻകിട കച്ചവടക്കാർ 1000-ലധികം വരുന്ന കച്ചവടക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർക്കൊരു ആശ്വാസം പകരുന്ന ഒരു പദ്ധതി എന്ന നിലയിൽ അവർക്ക് 1 ലക്ഷം രൂപ വരെ അവരുടെ കച്ചവട സ്ഥാപനത്തിന് നഗരസഭയിലെ ലൈസൻസിന്റെ മുകളിൽ 1 ലക്ഷം രൂപ വരെ ലോൺ കൊടുക്കാനുള്ള ഒരു പദ്ധതിയും നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടെ തന്നെ മരണപ്പെട്ട A ക്ലാസ് മെമ്പർമാർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ചികിത്സക്ക് അവർക്ക് 25,000 കൊടുക്കുന്നുണ്ട്. അവര് A ക്ലാസ് മെമ്പർമാര് ലോൺ എടുത്തു കഴിഞ്ഞാൽ അവർ മരണപ്പെട്ടാൽ അവർക്ക് 25,000 രൂപ വരെ അളവ് കിട്ടുന്ന പദ്ധതിയും പെരിന്തൽമണ്ണ സർവീസ് ബാങ്ക് നടപ്പിലാക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും കൂടുതൽ D ക്ലാസ് മെമ്പർമാരാണെന്ന് വലിയ വലിയ ലോണുകളും ഇടപാടുകളും ഒക്കെ അവിടെ നടത്തുന്നത്. അപ്പൊ അവർക്ക് കിട്ടേണ്ട കൃത്യമായ ആനുകൂല്യങ്ങൾ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ട് എന്ന് മനസ്സിലാക്കി A ക്ലാസ് മെമ്പർമാർ മരണപ്പെട്ടാൽ അവർക്ക് ഒരു 25,000 രൂപ ഇളവ് കൊടുക്കാനുള്ള ഒരു തീരുമാനം എടുത്ത് നടപ്പിലാക്കാൻ പോവുകയാണ്. D ക്ലാസ് മെമ്പർമാർ, A ക്ലാസ് മെമ്പർമാരല്ല, D ക്ലാസ് മെമ്പർമാർ. ഈ ബാങ്കിലെ സ്വർണ്ണ പണയത്തിന്റെ മുകളിൽ 50 ലക്ഷം രൂപ വരെ ക്യാഷ് ക്രെഡിറ്റ് ലോണ്, ബിസിനസ് ലോണ് കൊടുക്കാനുള്ള ഒരു തീരുമാനവും എടുത്തിട്ടുണ്ട്. ഇന്നൊരു പദ്ധതി എന്ന നിലയിൽ ബാങ്കിലെ A ക്ലാസ് അംഗങ്ങൾക്ക് ഇരുചക്ര വാഹനം, 2 വീലർ വാങ്ങുന്നതിന് വേണ്ടി ഒരു പുതിയ ലോൺ സംവിധാനം എന്ന നിലയിൽ 1 ലക്ഷം രൂപ അത് ലോണ് കൊടുക്കാനുള്ള പുതിയ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പുതിയ ഒരു പദ്ധതി എന്ന നിലയിൽ പെരിന്തൽമണ്ണ നഗരസഭയിലെ ഈ ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽപ്പെട്ട A ക്ലാസ് മെമ്പർമാരായ
ഡയാലിസിസ് ചെയ്യുന്ന അതല്ലെങ്കിൽ കിഡ്നി മാറ്റിവെച്ച ആ രോഗികൾക്ക് 2000 രൂപ തോതിൽ മാസാന്തര പെൻഷൻ കൊടുക്കാൻ കരുണ പെൻഷൻ പദ്ധതി എന്ന പേരിൽ 2000 രൂപ വെച്ച് മാസാന്തര പെൻഷൻ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് അടുത്ത് തന്നെ അതിന് തുടക്കം കുറിക്കാൻ പോവുകയാണ്. രാവിലെ 8 മണി മുതൽ രാത്രി 8 വരെ പ്രവർത്തിക്കുന്ന 2 ബ്രാഞ്ചുകൾ ഉൾപ്പെടെ 3 ബാങ്ക് സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. മലപ്പുറം ജില്ല മുഴുവനായും പ്രവർത്തന പരിധിയായി വായ്പ നൽകാൻ അനുമതിയുള്ള ബാങ്കും കൂടിയാണ് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക്. വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് AR ചന്ദ്രൻ, ചേരിയിൽ മമ്മി, C അബ്ദുൽ നാസർ, മുഹമ്മദ് അമീൻ വടക്കേതിൽ, മുഹമ്മദ് അനീഫ പടിപ്പുര, മൊയ്തു കിഴക്കേതിൽ, റെജീന അൻസാർ, V അജിത് കുമാർ, ബാങ്ക് സെക്രട്ടറി C ശശിധരൻ, V ബാബുരാജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.